ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി സൈഫൈ മൂവിയാണ്. 2050 ആകുമ്പോഴേക്കും ഭൂമിയിലെ എല്ലാ ജീവികളും മരിച്ച് മഞ്ഞുമലയും മലയും പ്രകൃതിയും എല്ലാം നശിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മനുഷ്യന്മാർക്കിടയിൽ ഒരു വൈറസും പടർന്നു പിടിക്കുകയാണ്. ഇനി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഭൂമിക്ക് പുറത്ത് ഒരു ഗ്രഹം കണ്ടെത്താനായി യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഭൂമിക്ക് പുറത്ത് മനുഷ്യർ ഒരു ഗ്രഹം കണ്ടെത്തും. അങ്ങോട്ടേക്ക് നമ്മുടെ കഥയിലെ ഹീറോയായ ഡേവിഡിനെയും അവൻ്റെ കൂട്ടുകാരെയും പറഞ്ഞയക്കുകയാണ്. ഹീറോയായ ഡേവിഡിനോടൊപ്പം ഫ്രാങ്ക്, ലിയോണ, റിച്ചാർഡ്, ജോൺസൺ എന്നീ ശാസ്ത്രജ്ഞരും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് പേടകത്തിലേക്ക് കയറാനായി പോകുന്നതിന് തൊട്ട് മുൻപ് അവൻ്റെ മനസ്സിൽ അവൻ്റെ ഗേൾഫ്രണ്ടിനെ ഓർമ്മ വരും. ഇനി ഈ ഭൂമിയിലേക്ക് താൻ തിരിച്ചു വരുമോ എന്നോ തൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമോ എന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. പേടകത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപും അവൻ തൻ്റെ ഗേൾഫ്രണ്ട് ആമി വന്നിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കും. ആമിക്ക് ഡേവിഡ് ബഹിരാകാശത്തേക്ക് പോകുന്നതിൽ ഒരു താല്പര്യവുമില്ല. തന്നോടുള്ള പിണക്കം കാരണം അവൾ വരില്ല എന്ന് കരുതി അവൻ പേടകത്തിലേക്ക് കയറും. എന്നാൽ പേടകം ഉയർന്നു പൊങ്ങുമ്പോഴേക്കും ആമി അങ്ങോട്ടേക്ക് ഓടിയെത്തുമെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ കഴിയില്ല. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഡേവിഡിനെയും മറ്റ് സയൻറ്റിസ്റ്റുകളെയും കൊണ്ട് റോക്കറ്റ് ആകാശത്തേക്ക് പറന്നുയരുകയാണ്. അങ്ങനെ അവർ ഭൂമി വിട്ട് ബഹിരാകാശത്തേക്ക് എത്തും. ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് ദൂരമുള്ള അടുത്ത സോളാർ സിസ്റ്റത്തിലേക്ക് അവരെയും കൊണ്ട് പേടകം എൻ്റർ ചെയ്യുകയാണ്. എന്നാൽ ആ സോളാർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ എല്ലാവരുടെയും ബോധം പോകും. അങ്ങനെ കുറേ മണിക്കൂറുകളോളം ശാസ്ത്രജ്ഞർ ബോധമില്ലാതെ കിടക്കും. എന്നാൽ ഇതേ സമയം അവരെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശ പേടകം ഒരു സേഫായ സോണിലെത്തും. അപ്പോഴേക്കും ഡേവിഡിൻ്റെയും കൂട്ടുകാരുടെയും ദേഹത്ത് ശക്തമായ വെട്ടം അടിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കണ്ണു തുറക്കുകയാണ്. ബോധം വന്ന ഡേവിഡ് തൻ്റെ മുന്നിൽ കാണുന്ന ഗ്രഹത്തെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. അവർ പ്ലാൻ ചെയ്ത ഗ്രഹം ഇതല്ലായിരുന്നു. ഡേവിഡ് തൻ്റെ കൂട്ടുകാരനായ ജോൺസനോട് ചോദിക്കും, നീ അല്ലായിരുന്നോ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ? പിന്നെ എങ്ങനെയാണ് നമ്മൾ വഴിതെറ്റിപ്പോയത്? നിൻ്റെ ഈ എറർ കാരണം നമ്മളൊരു വലിയ മിസ്റ്റേക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ഇനി നീ അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവനെ ഡെക്കിലേക്ക് പറഞ്ഞയക്കും. എന്നാൽ കൂടെയുള്ള മറ്റ് സയൻറ്റിസ്റ്റുകൾ ഡേവിഡിനോട് പറയും, ജോൺസന് തെറ്റുപറ്റിയതായിരിക്കില്ല, മറ്റെന്തോ എററാണ് എന്ന്. എന്നാൽ ഇതൊന്നും നമ്മുടെ നായകൻ കേൾക്കാൻ തയ്യാറാകില്ല. എന്നാൽ തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാനായി ജോൺസൺ എൻജിൻ റൂമിലേക്ക് പോയി എൻജിൻ സൈഡിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കാനായി പോകുന്നതിന് തൊട്ട് മുൻപായി ആരും അറിയാതിരിക്കാൻ അവൻ അവിടുത്തെ CCTV ക്യാമറയും ഓഫ് ചെയ്യും. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പേടകത്തിൻ്റെ പൈലറ്റ്സുകളായ റിച്ചാർഡും ഫ്രാങ്കും ഡേവിഡിനോട് പറയും, നമ്മുടെ പേടകത്തെ ലക്ഷ്യമാക്കി എന്തോ ഒന്ന് നമുക്ക് നേരെ വരുന്നുണ്ട് എന്ന്. അങ്ങനെ അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് അവർ കാണുന്നത് അത് ജോൺസന്റെ ഡെഡ് ബോഡിയായിരുന്നു. ജോൺസൺ താൻ തെറ്റ് ചെയ്തു എന്ന വിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഡേവിഡ് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി തൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയും, ജോൺസൺ സൂസൈഡ് ചെയ്തതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം അവൻ്റെ തെറ്റുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇനി തിരികെ ഭൂമിയിലേക്ക് പോകാനുള്ള വഴി പോലും അറിയില്ല. അതുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തതോർത്ത് നിങ്ങളാരും മിഷനെ പറ്റി മറക്കണ്ട എന്ന് പറയും. എന്നാൽ അവൻ്റെ കൂട്ടുകാരിയായ സയൻറ്റിസ്റ്റ് ആമിക്ക് അവൻ്റെ മരണം ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. ജോൺസന്റെ മരണത്തിൽ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എങ്കിലും അവരെല്ലാവരും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എന്താണ് അടുത്തത് ചെയ്യുക എന്ന് ആലോചിക്കുകയാണ്. ഡേവിഡ് തൻ്റെ മറ്റ് ടീം മെമ്പേഴ്സിനോട് പറയും, ഇനി നമുക്ക് യാതൊരു വഴിയുമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന ഗ്രഹത്തിലേക്ക് തന്നെ നമുക്ക് ഇറങ്ങാം. അവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ എന്ന് പോയി നോക്കാം. നമ്മുടെ കയ്യിലുള്ള പോഡ് വെച്ച് നമുക്ക് ഭൂമിയിലുള്ളവരെ ഇത് അറിയിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരോടും റെഡി ആവാൻ പറയും. എന്നാൽ ആ മിഷൻ്റെ സെക്കൻഡ് കമാൻഡ് ഫ്രാങ്ക് നമ്മളിപ്പോൾ പോകാൻ സമയമായിട്ടില്ല എന്ന് പറയും. എന്നാൽ ഡേവിഡ് പറയും, നമുക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് തിരികെ പോകേണ്ടി വരുമെന്ന് പറയും. ഞാനാണ് ഈ മിഷൻ്റെ ക്യാപ്റ്റൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് ഡേവിഡ് ഫ്രാങ്കിനോട് പറയും. അതിനുശേഷം സ്റ്റുവർട്ടിനെ മാത്രം മദർഷിപ്പിലാക്കിയ ശേഷം ബാക്കിയുള്ളവരെല്ലാം ചെറിയൊരു ഷിപ്പിൽ കയറി തങ്ങളുടെ മുന്നിലുള്ള ഗ്രഹത്തിലേക്ക് പോകും. എന്നാൽ ആ ചെറിയ ഷിപ്പിലുള്ളവരോട് മദർഷിപ്പിലുള്ള സ്റ്റുവർട്ട് പറയും, അവിടെ നല്ല തണുപ്പാണ്, പിന്നെ ഓക്സിജൻ്റെ അളവും തീരെ കുറവാണെന്ന്. എന്നാൽ പെട്ടെന്ന് ശക്തമായ കാറ്റടിച്ച് ഗ്രഹത്തിലേക്ക് പോവുകയായിരുന്ന ചെറിയ ഷിപ്പിൻ്റെ കൺട്രോൾ പോകും. എന്നാൽ ഇതേ സമയം ഡേവിഡ് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് കരുതും. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ വരുന്നത് അവൻ്റെ ഗേൾഫ്രണ്ടിനെ. കുറച്ച് കഴിഞ്ഞ് മദർഷിപ്പിൽ നിന്നും സ്റ്റുവർട്ട് അവരോട് പറയും, ഗായ്സ് പേടിക്കേണ്ട, എല്ലാം റെഡിയായി, നിങ്ങൾ സേഫായി തന്നെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നതെന്ന്. സ്റ്റുവർട്ടിൻ്റെ കമാൻഡ് കിട്ടിയ ഉടനെ തന്നെ ഡേവിഡും മറ്റ് സയൻറ്റിസ്റ്റുകളും ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള തങ്ങളുടെ സ്പിയറും എടുത്ത് ആദ്യമായി അവർ ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ ആ ഗ്രഹത്തിൽ തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു, പിന്നെ ഓക്സിജൻ്റെ അളവും വളരെ കുറവ്. അങ്ങനെ അവർ ആ സ്പിയറും കൊണ്ട് ആ സ്പിയർ സെറ്റ് ചെയ്യാൻ ആ ഗ്രഹത്തിനുള്ളിലെ ഒരു ഗുഹ കണ്ടെത്തുകയും അവിടേക്ക് സാവധാനം വരികയും ചെയ്യും. എന്നിട്ട് അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത ശേഷം സുരക്ഷിതമായി ഭൂമിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള സ്പിയർ അവിടെ തന്നെ കണക്ട് ചെയ്യും. എന്നാൽ ഇതേ സമയം മദർഷിപ്പിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന സ്റ്റുവർട്ട് ജോൺസൺ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിയാനായി എഞ്ചിൻ റൂമിലേക്ക് വരും. എന്നാൽ അവിടെ അസാധാരണമായി എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. അതുകൂടാതെ തന്നെ
എഞ്ചിൻ റൂമിനുള്ളിൽ എന്തോ ഒരു ലിക്വിഡ് പോലൊരു സാധനം ഒട്ടിയിരിക്കുന്നതും കാണും. ജോൺസന്റെ മരണവും ഇതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ സ്റ്റുവർട്ടിന് സംശയം തോന്നും. എന്നാൽ പുതിയ ഗ്രഹത്തിലേക്ക് പോയ ഡേവിഡും ഫ്രണ്ട്സും അവിടേക്ക് എത്തി ആ സ്പിയർ ആക്ടിവേറ്റഡ് ആക്കിയ ശേഷം തിരികെ തങ്ങളുടെ ചെറിയ പേടകത്തിലേക്ക് വരും. എന്നാൽ ഇതേ സമയം സ്റ്റുവർട്ട് വലിയ പേടകത്തിലുള്ള തൻ്റെ CCTV ഫുട്ടേജ് ചെറിയ പേടകത്തിലുള്ള ഡേവിഡിനും ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കും. തൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന് തെളിയിക്കാനായി ജോൺസൺ എഞ്ചിൻ റൂമിലേക്ക് പോകും. എന്നാൽ എഞ്ചിൻ റൂമിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു ജീവി വന്ന് ജോൺസനെ പുറത്തേക്ക് പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കണ്ട് ഡേവിഡും എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. എന്നാൽ അതിനുശേഷം ഡേവിഡ് പറയും, അതൊരു പക്ഷേ അന്യഗ്രഹ ജീവിയായിരിക്കാം. നമ്മുടെ സ്പിയറിൻ്റെ അകത്തും ചിലപ്പോൾ അന്യഗ്രഹ ജീവി കയറിയിരിക്കാം. അതുകൊണ്ട് എത്രയും വേഗം പുറത്തേക്ക് പോയി ആ സ്പിയർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും സ്പിയർ ചെക്ക് ചെയ്യാനായി പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവൻ പോകാനായി ഒരുങ്ങുമ്പോഴേക്കും എന്നാൽ സേഫ്റ്റി ഹെഡായ ഫ്രാങ്ക് അങ്ങോട്ടേക്ക് വന്ന് പറയും, നിന്റെ മണ്ടത്തരം കാരണമാണ് ജോൺസൺ മരിച്ചത്. അതുകൊണ്ട് ഇനി പുറത്തിറങ്ങുന്നെങ്കിൽ ഫുൾ സേഫ്റ്റി നോക്കി ഇറങ്ങിയാൽ മതി. നിന്നെ പുറത്ത് ഞാൻ വിടാൻ അനുവദിക്കില്ല എന്ന് പറയും. എന്നാൽ സയൻറ്റിസ്റ്റുകളായ ലിയോണയും ക്ലർക്കും ഫ്രാങ്കിനോട് പറയും, നീയല്ല ഈ മിഷൻ്റെ ഹെഡ്, ഡേവിഡാണ് ഈ മിഷൻ്റെ ഹെഡ്. അതുകൊണ്ട് ഡേവിഡ് പറയുന്നത് മാത്രം നീ കേട്ടാൽ മതിയെന്ന്. എന്നാൽ ഡേവിഡ് അപ്പോൾ പറയും, ഞാനാണ് ഈ മിഷൻ്റെ ഹെഡ്. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ വരണ്ട. ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവൻ്റെ കാര്യമാണ്. പേടിയുള്ളവരാരും എന്നോടൊപ്പം വരണ്ട. പിന്നെ ക്ലർക്കിന് വേണമെങ്കിൽ എന്നോടൊപ്പം വരാമെന്ന് പറയും. എന്നാൽ അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അവർ ഈ പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ക്ലർക്കിൻ്റെ ഭാര്യയും കുട്ടിയും ഭൂമിയിലെ ആ പകർച്ചവാദി വന്ന് മരിക്കും. തൻ്റെ കുടുംബം നഷ്ടപ്പെട്ട ക്ലർക്കിന് തൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അതിനുശേഷം ക്ലർക്ക് വീണ്ടും ഡേവിഡിൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്താണ് ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ക്ലർക്ക് ഡേവിഡിൻ്റെ അടുത്ത് വന്ന് പറയും, നീ പേടിക്കേണ്ട, നിന്നോടൊപ്പം ആ സ്പിയറിനുള്ളിൽ അന്യഗ്രഹ ജീവികൾ കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി ഞാനും കൂടെ വരാമെന്ന് പറയും. അങ്ങനെ ഫ്രാങ്ക് അറിയാതെ അവർ രണ്ടുപേരും ആ സ്പിയറിൻ്റെ അടുത്തേക്ക് ചെന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ കുറേ നേരം അവരവിടെ ചെക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് അന്യഗ്രഹ ജീവികൾ വരുന്നതായി സെൻസർ ചെയ്യുന്നത്. ക്ലർക്ക് ഡേവിഡിനോട് നമുക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഡേവിഡ് അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. ഒടുവിൽ ക്ലർക്ക് ഡേവിഡിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ക്ലർക്ക് ഡേവിഡിന് നേരെ ചൂണ്ടിയ ശേഷം പറയും, നിനക്കെന്താ വട്ടായോ, നമുക്ക് നേരെ ഏലിയൻസ് വരുന്നുണ്ട്, നമുക്കിവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന്. എന്നാൽ ഏലിയൻസ് അപ്പോഴേക്കും ആ പോഡിനടുത്തേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും അവിടെ കേവിൽ ഒളിച്ചിരിക്കും. അതിനുശേഷം ഏലിയൻസിൻ്റെ കണ്ണും വെട്ടിച്ച് അവർ രണ്ടുപേരും തങ്ങളുടെ പേടകത്തിലേക്ക് ഓടിക്കയറും. അകത്ത് കയറിയ ശേഷം ക്ലർക്ക് ഡേവിഡിനോട് പറയും, നിന്നെ കാരണം നമ്മൾ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ പോയനെ, നമ്മൾ രണ്ടുപേരും ആ ഏലിയൻ്റെ കയ്യിൽ പെട്ടനെ എന്ന് പറയും. അപ്പോഴേക്കും ഫ്രാങ്ക് അങ്ങോട്ടേക്ക് വന്ന് പറയും, നിനക്കെന്താ ഭ്രാന്തായോ, നിന്നെ കാരണം ഞങ്ങൾ എല്ലാവരുടെയും ജീവൻ ഡേഞ്ചറസിലാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് പുറത്തു പോയതെന്ന്. ദേഷ്യം വന്ന ഫ്രാങ്ക് ഡേവിഡിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കും. എന്നാൽ അപ്പോഴേക്കും അവരുടെ പേടകത്തിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ട് എന്ന് ഡേഞ്ചർ വാർണിംഗ് വരും. എന്നാൽ ആ വാണിംഗ് കേൾക്കുമ്പോൾ ഒറ്റയ്ക്കുണ്ടായിരുന്ന പെൺ സയൻറ്റിസ്റ്റ് പേടിച്ച് പുറത്തേക്ക് നടന്നു വരുമ്പോഴേക്കും പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സയൻറ്റിസ്റ്റ് അവളെ ഒന്ന് രക്ഷിക്കും. കാരണം ഏലിയൻസ് അപ്പോഴേക്കും ആ റൂമിനുള്ളിൽ കയറിയിരുന്നു. എന്നാൽ എല്ലാം എൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് ഫ്രാങ്കിനോട് പറയും, ഇതിനകത്ത് കയറിയ ഏലിയൻസിനെ ഇനി നമ്മൾ പുറത്ത് ഇറക്കിയേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ബോംബ് വെച്ച് കൊല്ലാമെന്നും പറഞ്ഞ് അവൻ ഗണ്ണും എടുത്ത് പുറത്തേക്ക് വരും. താൻ പുറത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ട് ഏലിയൻസ് തൻ്റെ നേരെ വരുമ്പോൾ ഏലിയൻസിനെ തകർക്കാമെന്നായിരുന്നു അവൻ്റെ പ്ലാൻ. അങ്ങനെ ഡേവിഡ് റോക്കറ്റിന് പുറത്ത് വന്ന് ഏലിയൻസ് പുറത്തിറങ്ങുന്നതും കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം ആ ലേഡി സയൻറ്റിസ്റ്റ് തോക്കുമെടുത്ത് പുറത്തേക്ക് വരും. അതേ സമയത്ത് തന്നെ ഏലിയൻസും പുറത്ത് വരും. ബോംബ് പൊട്ടി ഏലിയൻസും അവളും മരിക്കും. എന്നാൽ അതിനെ കൂടാതെ റോക്കറ്റിനുള്ളിലെ മറ്റൊരു സയൻറ്റിസ്റ്റിനെ കൂടി ആ ഏലിയൻസ് കൊന്നിരുന്നു. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനോട് ഈ പരീക്ഷണത്തിന് പോകണ്ട എന്ന് പറഞ്ഞതാണ് അവൻ്റെ മനസ്സിൽ വരുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ഡോക്ടറാണ്. അവൾ ഭൂമിയിൽ വന്ന വൈറസിനെ തുരത്താൻ ഞാൻ മരുന്ന് കണ്ടുപിടിക്കാം, അതുകൊണ്ട് നീ ഈ മിഷന് വേണ്ടി പോകണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെയാണ് ഈ മിഷന് വേണ്ടി വന്നത്. എന്നാൽ അതിനുശേഷം ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ച ഏലിയൻ്റെ ഒരു ചെറിയ ഭാഗമെടുത്ത് ഡേവിഡ് പരീക്ഷണം ചെയ്ത് നോക്കുമ്പോഴാണ് ഭൂമിയിലുണ്ടായ അസുഖം മാറ്റാൻ ഈ ഏലിയൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് കഴിയുമെന്ന് മനസ്സിലാകുന്നു. ഏലിയൻ്റെ അറ്റാക്കിൽ ഇഞ്ചറിയായ ക്ലർക്കിനോട് ഡേവിഡ് വന്ന് ഈ കാര്യം പറയും. പക്ഷേ ഇത് ഭൂമിയിലുള്ള തൻ്റെ ഭാര്യ അറിയുകയാണെങ്കിൽ മനുഷ്യൻ ഇനി വേറൊരു ഗ്രഹത്തിലേക്ക് പോകേണ്ടി വരില്ല, അസുഖം മാറിക്കഴിഞ്ഞാൽ മനുഷ്യന് സുഖമായി ഭൂമിയിൽ തന്നെ ജീവിക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഇതേ സമയം മദർഷിപ്പിലുള്ള സയൻറ്റിസ്റ്റ് CCTVയിലൂടെ ഫ്രാങ്ക് എന്തോ ചെയ്യുന്നത് കാണും. അവൻ ഉടനെ തന്നെ ഡേവിഡിനെ ഇൻഫോം ചെയ്യും, ഫ്രാങ്ക് എന്തോ ഡേഞ്ചറസ് ആയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, നീ ഉടനെ അവൻ്റെ അടുത്ത് പോയി തടയണമെന്ന്. ഡേവിഡ് ഫ്രാങ്കിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഫ്രാങ്ക് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ആ സ്പിയർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്, അതിനുള്ളിൽ ഏലിയൻസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ അവിടെ ഏലിയൻസ് ഉണ്ടെങ്കിൽ ഏലിയൻസിനെയും ആ സ്പിയറിനെയും നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയും. എന്നാൽ ഡേവിഡ് പറയും, നീ ഒരിക്കലും ആ സ്പിയർ നശിപ്പിക്കരുത്,
ഭൂമിയിലെ ആ അസുഖം മാറാനുള്ള മരുന്ന് ഞാൻ കണ്ടെത്തി. ആ സ്പിയറിലൂടെ മാത്രമേ നമുക്ക് ഭൂമിയുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയും. എന്നാൽ ഇതേ സമയം പെട്ടെന്ന് വയ്യാതിരുന്ന ക്ലർക്ക് ഡേവിഡിനെ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ക്ലർക്ക് വിളിച്ച് പറയും, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മരിക്കണം, എൻ്റെ കുടുംബവും നശിച്ചു, അതുപോലെ എല്ലാവരും നശിക്കണമെന്ന് പറയും. ക്ലർക്കിന് അപ്പോഴേക്കും തൻ്റെ സമനില തെറ്റിപ്പോയിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഷിപ്പിലേക്ക് വരുന്ന ഏലിയൻസ് ക്ലർക്കിനെ കൊന്നുകളയും. ഉടനെ തന്നെ ഡേവിഡ് ഷിപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഷിപ്പിൽ ബോംബ് വെച്ച് ഏലിയൻസിനെ തകർക്കും. അവിടെ നിന്ന് അവൻ നേരെ വരുന്നത് ആ പോഡ് വെച്ചിരിക്കുന്ന ഗുഹയിലേക്കാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വന്നിരുന്നു. അവൻ ആ പോഡ് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണ്. എന്നാൽ ആ കോണ്ടാക്ട് റിസീവ് ചെയ്തത് അവൻ്റെ ഭാര്യയും. അവൻ അവളോട് പറയും, ആമി, നീ എന്നോട് ക്ഷമിക്കണം, എനിക്കിനി ജീവനോടെ നിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ കഴിയില്ല. പക്ഷേ ഭൂമിയെ മുഴുവനായി വ്യാപിച്ച ഈ അസുഖം മാറാനുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ആ മരുന്ന് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവൾ കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നതെല്ലാം നോട്ട് ചെയ്തെടുക്കും. അങ്ങനെ അവൻ ആ പോഡിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് അവസാന ചുംബനവും കൊടുക്കും. അപ്പോഴേക്കും പോഡിൻ്റെ കണക്ഷൻ പോകുകയും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഡേവിഡ് മരിക്കുകയും ചെയ്യും. പാവം ഏമിക്ക് ആ സങ്കടം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും പഴയതുപോലെ ആകുകയാണ്. ഏമി ഡേവിഡ് പറഞ്ഞതുപോലെ മരുന്ന് കണ്ടുപിടിച്ച് മനുഷ്യന്മാരെയെല്ലാം രക്ഷിക്കുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.